ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതെന്തെന്നാ സാധാരണ ഒരു ഗാലക്സിയുടെ ഒരു ഫോട്ടോ ആയിട്ടല്ല നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊരു ഗാലക്സിയുടെ ഫോട്ടോ അല്ല. ഈ ഫോട്ടോ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. വേറൊന്നല്ല, ഈ ഫോട്ടോ നമ്മുടെ ഭൂമിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു ഗാലക്സിയുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. പക്ഷെ കാണുന്നത് പോലെ ഇതൊരു ഗാലക്സിയുടെ ഫോട്ടോ അല്ല. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്, ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊരു തരത്തിലുള്ള ലൈറ്റിന്റെ എഫക്റ്റ് ആണ്. വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് ഏകദേശം 1000ഓളം കിലോമീറ്റർ നീളം ഉണ്ടാവും. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ആർട്ടിക് റീജിയൻസിൽ വെച്ചിട്ടാണ്. ഇത്തരം ഗാലക്സിയുടെ ഷേപ്പുള്ള ഈ ഒരു ലൈറ്റിന്റെ ഫിനോമിനൻ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാവാൻ കാരണം ഒരു റോക്കറ്റ് ആണ്. സ്പെസിഫിക്കലി സ്പേസ് എക്സിന്റെ റോക്കറ്റ് കാരണമാണ് ഇത്തരം ഒരു ഫിനോമിനൻ സംഭവിച്ചിരിക്കുന്നത്. അതായത് സ്പേസ് എക്സിന്റെ റോക്കറ്റ്സ് അതിന്റെ ഫ്യൂവല് എയറിലേക്ക് ഡംപ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഫിനോമിനൻ ആണ്. ഓക്കെ, ഈ ഒരു ഫ്യൂവല് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ കാരണം തണുത്തിട്ട് ഐസ് ആവും. എന്നിട്ട് ഇത് സൂര്യന്റെ ലൈറ്റ് കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫിനോമിനൻ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇതൊരു സ്പൈറൽ ഷേപ്പിൽ വന്നേക്കുന്നത്? അതായത് ഒറ്റ നോട്ടത്തിൽ ഒരു ഗാലക്സി ആണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ഫിനോമിനൻ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫിനോമിനൻ ഭയങ്കര റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആസ്ട്രോണോമേഴ്സ് സയന്റിസ്റ്റുമാരും പറയുന്നത് ഈ ഒരു സംഭവം ഇനി വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള റോക്കറ്റ് ലോഞ്ചസ് ഒക്കെ അത്യാവശ്യം കോമൺ ആയിട്ട് വരാൻ പോവുകയാണ്. മാർച്ച് 4 ആയപ്പോൾ സ്പേസ് എക്സ് അവരുടെ ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റ് ലോഞ്ച് ചെയ്തു. കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്തത്. ഈ റോക്കറ്റ് 53 സാറ്റലൈറ്റ്സ് ഓർബിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനായിരുന്നു. അതും വെറും 2 മണിക്കൂറുകൾ കൊണ്ടാണ് ഈ 53 സാറ്റലൈറ്റ്സിനെ ഫാൽക്കൺ 9 ഓർബിറ്റിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം അറിയാമായിരിക്കും, അതായത് റോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസ് സംഭവമല്ല. അത് പല പല സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ പല പല സ്റ്റേജസ് ആയിട്ടാണ് റോക്കറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ റോക്കറ്റിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ചന്ദ്രയാന്റെ റോക്കറ്റ് തന്നെ കൺസിഡർ ചെയ്യാം. ചന്ദ്രയാൻ 3 സ്പേസിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൊ ഈ റോക്കറ്റിന്റെ ഇരുവശത്ത് നിങ്ങൾക്ക് 2 ചെറിയ റോക്കറ്റുകൾ കാണാൻ പറ്റും. ഈ 2 ചെറിയ റോക്കറ്റുകൾ ഫയർ ചെയ്തിട്ടാണ് ഈ മുഴുവൻ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്, അതായത് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 63 to 67 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ എത്തിക്കഴിയുമ്പോൾ ഈ 2 ചെറിയ റോക്കറ്റും ഈ മെയിൻ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആവും. അപ്പൊ ഈ 2 ചെറിയ റോക്കറ്റ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് ഒരു സോളിഡ് റോക്കറ്റ് ആയിരിക്കും, അതായത് ഇതിന്റെ അകത്തുള്ള ഇന്ധനം സോളിഡ് ആയിരിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞ റോക്കറ്റിന്റെ വർക്കിങ്ങും ഈ വിഷുക്കൊക്കെ മുകളിലേക്ക് പോയി പൊട്ടുന്ന ആ ഒരു പടക്കൂല്ലേ, അതിന്റെ വർക്കിങ്ങും ഏകദേശം സിമിലർ ആണ്. ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോളിഡ് സ്റ്റേജിന്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു സോളിഡ് റോക്കറ്റിന് നമ്മൾ ഒരിക്കൽ ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുന്ന വരെ അത് പവർ ചെയ്തുകൊണ്ടിരിക്കും, അതായത് തീരുന്ന വരെ അത് കത്തിക്കൊണ്ടിരിക്കും. അതാണ് സോളിഡ് റോക്കറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കുഴപ്പം. റോക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു റോക്കറ്റിന്റെ ഫ്യൂവൽ ഉണ്ടാക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ കണ്ട സംഭവത്തിന് അത് വെറും 95 ഗ്രാം റോക്കറ്റ് ഫ്യൂവൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഏകദേശം 3 to 4 കിലോ ത്രസ്റ്റ് വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ റോക്കറ്റ് മോട്ടർ ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത് ഒരു ഗ്രാനൈറ്റിന്റെ പീസിലാണ്. ഓക്കെ, അത്യാവശ്യം ഡെൻസിറ്റി ഉള്ള ഒരു ഗ്രാനൈറ്റിന്റെ പീസ് തന്നെയാണ് ഇത്. ഏകദേശം ഒരു 3 കിലോയുടെ അടുത്തുണ്ട് ഈ ഒരു ഗ്രാനൈറ്റിന്റെ പീസ്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ഒരു ചെറിയ മോട്ടറിന് ഈ ഒരു ഗ്രാനൈറ്റിന്റെ പീസിനെ നീക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രസ്റ്റ് അത്രയ്ക്ക് മാസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് മാത്രമല്ല, അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി 1-2 റോക്കറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലീഗലി പ്രശ്നമുള്ളത് കൊണ്ട് ഞാനിത് പുറത്ത് പറപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതായത് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡിഫൈഡ് ഷുഗർ റോക്കറ്റ് ആണ്. പക്ഷെ ഒരുപാടധികം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷനാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസിക്കലി ഞങ്ങൾ രണ്ടൊരു കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോർമുലേറ്റ് ചെയ്തെടുത്ത ഒരു റോക്കറ്റ് ഫ്യൂവലിന്റെ ഒരു ഫോർമുല തന്നെയാണ് ഇത്. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാസം അവസാനമായിരിക്കും മിക്കവാറും ഞങ്ങൾ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിൽ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. പറഞ്ഞു നമ്മൾ ഇന്നത്തെ ടോപ്പിക് മാറിപ്പോയി അല്ലേ. അപ്പൊ നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ഫസ്റ്റ് സ്റ്റേജ് ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 2 സ്റ്റേജും ഇങ്ങനെ റോക്കറ്റിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകും. ഓക്കെ, അതിനാണ് ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഫയർ ചെയ്യും.
ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ഈ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ ഈ റോക്കറ്റിന്റെ വെയിറ്റ് കുറയില്ല. അപ്പോൾ ഈ റോക്കറ്റ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഫ്യൂവലിൽ നമുക്ക് ഈ റോക്കറ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക സമയത്തും സെക്കൻഡ് സ്റ്റേജ് ഒരു ലിക്വിഡ് ബേസ്ഡ് സ്റ്റേജ് ആയിരിക്കും. ലിക്വിഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ഫ്യൂൽ ഉണ്ടാവും, ഒരു ഓക്സിഡൈസർ ഉണ്ടാവും. ഈ രണ്ട് ഫ്യൂലും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോക്കറ്റ് എഞ്ചിനിൽ കൂടെ ഫയർ ചെയ്ത്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്കൻഡ് സ്റ്റേജിന്റെ പവർ കൊണ്ടായിരിക്കും ഈ റോക്കറ്റിന്റെ മെയിൻ ആയിട്ട് ഓർബിറ്റിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് തേർഡ് സ്റ്റേജ് ഉണ്ടാവുന്നത്. മിക്കവാറും ഒരു ക്രയോജനിക് സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, അതായത് സൂപ്പർ കൂൾഡ് ആയിട്ടുള്ള ഫ്യൂൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും. ഇതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഫാൽക്കൺ 9, അതായത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന റോക്കറ്റ് ഉപയോഗിക്കുന്നത് ഒരു റീയൂസബിൾ റോക്കറ്റ് ആണ്. ഓക്കെ, അതായത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഒരു റീയൂസബിൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ചന്ദ്രയാൻ 3യുടെ ഫസ്റ്റ് സ്റ്റേജ് ഒരു സോളിഡ് റോക്കറ്റ് ആയിരുന്നു. ഓക്കെ, ഇതൊരു റീയൂസബിൾ റോക്കറ്റ് അല്ല. അതായത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിൽ ബേൺ ആവുകയോ അത് കടലിലേക്ക് പോയി വീഴുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് വൺ ടൈം യൂസിനുള്ള റോക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് വേറെ റോക്കറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ റോക്കറ്റ് ആദ്യം പോലെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അവിടെയാണ് നമുക്ക് റീയൂസബിൾ റോക്കറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഫാൽക്കൺ 9ന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേജ് ആണ്, ഒരു സോളിഡ് സ്റ്റേജ് അല്ല. ഇതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ലിക്വിഡ് സ്റ്റേജസിന്റെ ത്രസ്റ്റ്, അതായത് ഇതിന്റെ പവർ ഇല്ല, അതിന്റെ ബാക്കിൽ കൂടെ ആ ഒരു തീയില്ലേ, ഓക്കെ, ആ സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ത്രസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ യൂസ് എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് സ്റ്റേജ് ഈ റോക്കറ്റിന് അത്യാവശ്യം ഹൈറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ ചന്ദ്രയാൻ 3 പോലെ സെപ്പറേറ്റ് ആവും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഒരു മിനൂവർ സംഭവിക്കണമെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ത്രോട്ടില്, അതായത് ഇതിന്റെ ത്രസ്റ്റ് പോകുന്ന ആ ഒരു സംഭവമില്ലേ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ലിക്വിഡ് സ്റ്റേജ് ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ലിക്വിഡ് സ്റ്റേജിന്റെ സംഭവങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇവിടെ ത്രസ്റ്റ് വെക്ടറിംഗ് ഉണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിമുലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടാണ് ഇത്ര ടോൾ ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് നല്ല വെർട്ടിക്കലി ഇത്ര അക്യുറസിയോടെ അങ്ങനെ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുപയോഗിക്കുന്ന ടെക്നോളജി, അവരുപയോഗിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടുതൽ അഡ്വാൻസ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഫാൽക്കൺ 9 ഫസ്റ്റ് സ്റ്റേജ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും ഇതിനെ കൂടുതലും മുകളിലേക്ക് പ്രൊപ്പൽ ചെയ്യുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും ഈ പറഞ്ഞ 53 സാറ്റലൈറ്റ്സിനെ ഈ ഓർബിറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ സാറ്റലൈറ്റ്സിനെ ഓർബിറ്റിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ സെക്കൻഡ് സ്റ്റേജ് വേസ്റ്റ് ആണ്. അതായത് ഈ സെക്കൻഡ് സ്റ്റേജിന് വേറെ പർപ്പസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ ഭൂമിയിലേക്ക് വീഴും, അതായത് ഭൂമിയിലേക്ക് റീ എൻറ്റർ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡി ഓർബിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ നമ്മുടെ ഭൂമിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഓർബിറ്റിൽ നമ്മൾ മനഃപൂർവ്വം ഡി ഓർബിറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊളൈഡ് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ വീഴ്ത്താനുള്ള ശ്രമത്തിനാണ് നമ്മൾ ഡി ഓർബിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമ്മുടെ സ്പേസിലത്തെ മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അത് മാത്രമല്ല, ഡി ഓർബിറ്റിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ തലയിൽ ഒന്ന് വീഴാനുള്ള ചാൻസസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലത്തെ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ വെച്ചിട്ടായിരിക്കും ഈ ഡി ഓർബിറ്റിംഗ് നടത്തുന്നത്. അതായത് ഈ പറഞ്ഞ റോക്കറ്റ്സിന്റെ സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വീഴുന്നത് ആരുമില്ലാത്ത സ്ഥലത്തായിരിക്കും. ഒട്ടുമിക്ക സമയങ്ങളിലും ഈ സെക്കൻഡ് സ്റ്റേജ് സ്പേസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് ബേണപ്പ് ആയി പോകും, അതായത് കത്തി ഇല്ലാണ്ടായി പോകും. മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഡി ഓർബിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആർട്ടിക് സീയുടെ മുകളിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആർട്ടിക് കടലുകളുടെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. ഈ ഒരു മിനൂവർ സംഭവിക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് സ്പിൻ ചെയ്യും, അതായത് ഇങ്ങനെ കറങ്ങും. അത് മാത്രമല്ല, ഈ സെക്കൻഡ് സ്റ്റേജിന്റെ അകത്ത് കുറച്ച് ഫ്യൂല് ബാക്കിയുണ്ടാവും, കുറച്ച് ഇന്ധനം ബാക്കിയുണ്ടാവും. ഈ ഒരു ഇന്ധനം അറ്റ്മോസ്ഫിയറിലേക്ക് ഡംപ് ചെയ്യും, അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ കളയും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഈ റോക്കറ്റ് കറങ്ങുന്നുണ്ട്, ഈ റോക്കറ്റിനകത്ത് ഫ്യൂൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്പൈറൽ എഫക്റ്റിൽ ഈ ഫ്യൂൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഡംപ് ചെയ്യപ്പെടും. അത് മാത്രമല്ല, ഈ അറ്റ്മോസ്ഫിയറിലത്തെ ടെമ്പറേച്ചർ അത്യാവശ്യം തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂല് ഫ്രീസ് ആവും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു കുപ്പിയുടെ അടിയിൽ കുറെ ഓട്ട ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അതൊരു നൂലിൽ കെട്ടിയിട്ട് നിങ്ങളൊന്ന് കറക്കി വെക്കുക. അപ്പൊ ഈ വെള്ളം ഒരു സ്പൈറൽ ഷേപ്പിന് ചുറ്റും ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഇതേപോലത്തെ ഒരു ഫിനോമിനനാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്യൂൽ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഫ്രീസ് ആവും. ഈ ഒരു സംഭവം നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഫ്യൂവലിനെ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഗാലക്സി ഷേപ്പുള്ള ഒരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടത്, ഇപ്പൊ കാണുന്ന ഫോട്ടോ ക്യാപ്ചർ ചെയ്തത് ഇദ്ദേഹമാണ്. ഷാങ് യാങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഒരു അറോറ ഫോട്ടോഗ്രാഫറാണ്. ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് ഈ ഒരു ഫിനോമിന വെറും 10 മിനിറ്റ് മാത്രമാണ് ലാസ്റ്റ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1000 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണിത്. ഇങ്ങനത്തെ സംഭവം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നല്ല കാണുന്നത്. 2023 ഏപ്രിൽ ആയപ്പോഴും ഈ ഒരു സംഭവം അലാസ്കയിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതൊരു ഗാലക്സിനെയാണ് സ്പോട്ട് ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം റോക്കറ്റ്സിന്റെ വർക്കിങ്ങിനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ തന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ചാനൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചാനൽ മിക്കവാറും ഒരു വ്ളോഗ് ടൈപ്പ് ചാനലായിരിക്കും. അതായത് ഒരുപാട് എക്സ്പെരിമെന്റ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരുപാട് ഹാക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു 0 ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്തതെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാൻ വഴിയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം 0 ബഡ്ജറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് 1 രൂപ പോലും ഞാൻ ഈ ഒരു സംഭവത്തിന് ഉപയോഗിച്ചിട്ടില്ല. ക്യാമറ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ക്യാമറയാണ്. ആകെ ഞാൻ ചിലവാക്കിയത് ഒരു ലെൻസിനാണ്. ഓക്കെ, അത് വേണമെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ചാനൽസിൽ മിക്കവാറും പറയുക. സോളാർ സ്റ്റോമിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. മിക്കവാറും നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.